ഇറാനും ഇസ്രയേലും തമ്മിൽ നടന്ന യുദ്ധം 12 ദിവസം നീണ്ടുന്ന യുദ്ധം ഏതാണ്ട് വെടിനിർത്തലിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവിടെയും ഇവിടെയുമൊക്കെയായി ചില പുകച്ചിലും എരിച്ചിലുമൊക്കെ ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും ഹോർമൂസ് കടലിടുക്കിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് എന്ന് തന്നെ പറയാം. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കും എന്ന തരത്തിൽ ഇറാൻ നടത്തിയ പ്രഖ്യാപനം അത് വാസ്തവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. കാരണം വളരെ തന്ത്രപരമായൊരു നിലപാടാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ ഇറാൻ സ്വീകരിച്ചത്. പ്രത്യേകിച്ചും അവിടെ ഏതെങ്കിലും തരത്തിൽ നേരിട്ട് ഒരു സൈനിക ഇടപെടൽ നടത്തി കപ്പൽ ഗതാഗതത്തെ തടയുന്ന ഒരു നിലപാട് ഇറാൻ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ തന്ത്രപരമായി GPS സംവിധാനങ്ങളടക്കം അത് ജാം ചെയ്തുകൊണ്ട് അത് തകരാറിലാക്കിക്കൊണ്ട് കപ്പൽ ഗതാഗതത്തെ മൊത്തത്തിൽ താറുമാറാക്കിയാണ് ഇറാൻ അവിടെ ഇപ്പോഴും യുദ്ധം തുടരുന്നത്. ഹോർമൂസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വത്തിലാണ്. നമുക്കറിയാവുന്നതുപോലെ ലോകത്ത് എണ്ണ എന്ന് പറയുന്നത് പരിമിതമായ രാജ്യങ്ങളിൽ മാത്രം ഉൽപ്പാദനം നടക്കുന്ന ഒരു പ്രകൃതി വിഭവമാണ്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ അടക്കമുള്ള ആ ഒരു മേഖലയിൽ എണ്ണപ്പാടങ്ങൾ വളരെ വലുതായിട്ടുണ്ട്, വളരെ വലിയ സമ്പത്ത് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തെ മൊത്തം എണ്ണ വിപണിയെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ ഇറാന് നേരിട്ട് സാധിച്ചേക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ യുദ്ധം തുടരുന്നത്, അല്ലെങ്കിൽ നിഴൽ യുദ്ധം തുടരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും അവിടെ ഈ GPS ട്രാക്കിംഗ് സംവിധാനത്തിൻ്റെ തകരാർ പരിഹരിച്ച് പഴയപടി ആയിട്ടില്ല എന്നുള്ളതാണ് ഒടുവിലത്തെ റിപ്പോർട്ട്. അവിടെ ഇപ്പോൾ കപ്പൽ ഗതാഗതം പുനരാരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 30% ചരക്ക് ഗതാഗതം പുനരാരംഭിച്ചു എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട്. പക്ഷേ കപ്പലുകൾക്ക് വലിയ മുൻകരുതൽ സ്വീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് ഈ കപ്പലുകൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും അപകട സാധ്യതയുണ്ടെങ്കിൽ കപ്പലുകൾ ഒരു സന്ദേശം പുറപ്പെടുവിക്കുക. അത് സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ്. വലിയ അപകടങ്ങൾ, അതായത് ജീവഹാനി ഉണ്ടാകുന്ന അപകടങ്ങളടക്കം നടക്കുമ്പോൾ SOS മെസ്സേജ്, സേവ് അവർ സോൾസ്, അങ്ങനെ പുറപ്പെടുവിക്കുന്നത് കപ്പൽ ഗതാഗതത്തിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്. സമാനമായ രീതിയിൽ ഏതെങ്കിലും അപകട സാധ്യത മുന്നിൽ കാണുന്ന സമയത്ത് കപ്പലുകൾ ഇത്തരത്തിൽ അപായ സന്ദേശം, മുന്നറിയിപ്പ് സന്ദേശമൊക്കെ പുറപ്പെടുവിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് ഈ സമീപകാലത്ത് ചുവന്ന കടലിൽ, അതായത് ഹൂത്തികളും ഇസ്രയേൽ സേനയുമായിട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായി, അല്ലെങ്കിൽ ഹൂത്തികളുടെ ആക്രമണം വ്യാപകമായി ഉണ്ടായിരുന്ന സമയത്താണ് സമീപകാലത്ത് ഇത്തരത്തിൽ കപ്പലുകൾ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താനായി സന്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ കടൽ കൊള്ളക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അത്തരം ആൾക്കാരെ, കടൽ കൊള്ളക്കാരെ അകറ്റി നിർത്താൻ വേണ്ടി വമ്പൻ കൂറ്റൻ കപ്പലുകൾ, കപ്പലിനുള്ളിൽ സായുധ സേനാംഗങ്ങളുണ്ട്, കരുതൽ വേണം എന്ന തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലും നടക്കുന്നത്. അതിൽ രസകരമായ സംഗതി എന്തെന്നാൽ അതിലൂടെ പോകുന്ന കപ്പലുകളെല്ലാം തന്നെ ഒന്നുകിൽ ഈ കപ്പൽ ചൈനയുടേതാണ്, അല്ലെങ്കിൽ റഷ്യയുടേതാണ്, അല്ലെങ്കിൽ ഒന്നുകിൽ ചൈനയിലോട്ടുള്ള ചരക്കാണ്, അല്ലെങ്കിൽ റഷ്യയിലോട്ടുള്ള ചരക്കാണ്, അല്ലെങ്കിൽ ഇസ്രയേലുമായി ഈ കപ്പലിന് ഒരു ബന്ധവുമില്ല എന്ന തരത്തിൽ സൂചിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് ഇത്തരം സന്ദേശങ്ങൾ കപ്പലുകൾ കൊടുക്കുന്നു എന്നുള്ളത്. കാരണം ഇറാൻ സേന ഒരു കാരണവശാലും തങ്ങൾക്കെതിരെ ആക്രമണം നടത്തരുത്, അല്ലെങ്കിൽ തങ്ങളുടെ കപ്പൽ പിടിച്ചിടരുത്, GPS സംവിധാനം തകരാറിലാക്കരുത്. ഇങ്ങനെ ഈ GPS സംവിധാനം തകരാറിലാക്കുന്നത് കൊണ്ട് കപ്പലുകൾക്ക് വലിയ അപകട സാധ്യതയാണുള്ളത്. കാരണം കപ്പലുകളുടെ ഗതി നിശ്ചയിക്കുന്നതും അതിൻ്റെ സ്ഥാനം നിശ്ചയിക്കുന്നതുമെല്ലാം ഈ GPS ഉപയോഗിച്ചുകൊണ്ടാണ്. ഏതാണ്ട് ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടങ്ങിയ സമയം മുതൽ ഈ ഹോർമൂസ് കടലിടുക്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഈ GPS സംവിധാനത്തിൽ തകരാറുണ്ടാവും. അത് രൂക്ഷമായത് ഇപ്പോഴാണെന്ന് മാത്രം. അതായത് ഇറാനും UAEയും തമ്മിലുള്ള ഏതാണ്ട് 21 നോട്ടിക്കൽ മൈൽ ദൂരം വീതി വരുന്ന ഒരു കടലിടുക്കാണ് ഈ ഹോർമൂസ് കടലിടുക്ക്. ഇറാന്റെ ഭാഗത്താണ് ഏറിയ പങ്കും ഇതിൻ്റെ നിയന്ത്രണമുള്ളത്. അതുകൊണ്ട് ഇറാനെ നേരിട്ട് ഈ ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ സംഗതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ GPS സംവിധാനം തകരാറിലാകുന്നതുകൊണ്ട് കപ്പലുകൾക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 17-ാം തീയതി 2 കപ്പലുകൾ, അതായത് ഈ UAEയുടെ തീരത്ത് നിന്ന് കഷ്ടിച്ച 24 നോട്ടിക്കൽ മൈൽ അകലെ നമ്മുടെ ഹോർമൂസ് കടലിടുക്കിൻ്റെ കിഴക്ക് ഭാഗത്തായി 2 എണ്ണ ടാങ്കറുകൾ, ഒരു ടാങ്കർ കാലിയായിരുന്നു, മറ്റേ ടാങ്കറിൽ എണ്ണയുണ്ടായിരുന്നു. ഈ 2 എണ്ണ ടാങ്കറുകൾ കൂട്ടിയിടിച്ച് വലിയ അപകടം ഉണ്ടാകുകയും തീ പിടിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം നിലനിൽക്കുന്ന ആ ഭാഗത്ത് ഏതാണ്ട്
1000-ഓളം കപ്പലുകൾ യാത്ര തൽക്കാലത്തേക്ക് നിർത്തിവെച്ചേക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഏറിയ പങ്കും എണ്ണ കൊണ്ടുപോകുന്ന ടാങ്കർ കപ്പലുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ GPS സംവിധാനം തകരാറിലായതുകൊണ്ട് തന്നെ ഈ കപ്പലുകളുടെ ഗതി നിർണ്ണയിക്കാനും അതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും സാധിക്കാത്ത ഒരു സാഹചര്യം വന്നിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. ഇനി ഈ പറയുന്ന ഇറാഖ്, സൗദി, UAE, ഒമാൻ, ഇറാൻ ഇത്രയും രാജ്യങ്ങൾ അറബിക്കടലുമായിട്ട് ബന്ധിക്കുന്ന അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങൾക്ക് അറബിക്കടലിലേക്കുള്ള ഒരു ഇടനാഴി പോലെയാണ് ഈ ഹോർമൂസ് കടൽ ഇടുക്ക് ഉള്ളത്. ഇറാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇറാനാണ് ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ആ ഒരു ഭാഗം കൃത്യമായി നിയന്ത്രിക്കുന്നതെങ്കിലും ഒരു പരിധിക്കപ്പുറം ഇറാന് ഈ ഹോർമൂസ് കടലിടുക്കിൽ സൈനികപരമായി നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന് നിയമപരമായ തടസ്സമുണ്ട്. മറ്റൊന്ന്, ഈ ഇറാൻ ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയാൽ ഇറാന്റെ അടക്കം ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ് ഈ എണ്ണ വ്യാപാരമാണ്. ഇറാന്റെ അടക്കം വ്യാപാരം തടസ്സപ്പെടും. കാര്യം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് എണ്ണ ശേഖരിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇപ്പം യൂറോപ്പിൽ നിന്നാണെങ്കിലും ശരി, അമേരിക്കയിൽ നിന്നാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ എണ്ണ കൊണ്ടുപോകുന്നത് ഈ മേഖലയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ആ മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നത് പോലെ തന്നെ ഇറാനും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം ഇറാൻ ഇത്തരത്തിലുള്ളൊരു കടുത്ത നിലപാട് തുടരില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോഴും അവിടെ ഈ പ്രശ്നമുണ്ട്. ഇനി ഈ ഹോർമൂസ് കടലിടുക്കിനെ ഒരു പരിധിക്കപ്പുറം ഇറാനെ നിയന്ത്രിച്ച് നിർത്താനാക്കില്ല. കാരണം അതിന് നിയമപരമായൊരു തടസ്സമുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ നിയന്ത്രണത്തിന് കീഴിൽ വരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കടലിടുക്കിലൂടെ ഏത് രാജ്യങ്ങളുടെ കപ്പലിനും ഗതാഗതം നടത്താനാകും എന്നുള്ള പ്രത്യേക പരിഗണന ലഭിക്കുന്ന ഒരു കടലിടുക്കാണ്. അവിടെയാണ് ഇറാൻ ഇത്തരത്തിൽ ഇടപെടൽ നടത്തുന്നത്. ഇത്തരത്തിൽ സൈനികമായി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയാൽ ഒരു പക്ഷേ നാറ്റോ സഖ്യ രാജ്യങ്ങളോ അമേരിക്ക അടക്കമുള്ളവ ഇതിൻ്റെ സുരക്ഷ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. മുൻകാലത്ത് ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് അമേരിക്കൻ പടക്കപ്പലുകൾ ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിൽ അകമ്പടി പോയ ചരിത്രമുണ്ട് ചരക്ക് കപ്പലുകൾക്ക്. അപ്പോൾ ഇത്തരത്തിൽ സൈനികമായി തന്നെ മറ്റ് രാജ്യങ്ങൾ ഇടപെടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇറാൻ ഈ കാര്യത്തിൽ കടുത്ത നിലപാട് തുടരില്ല എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷേ നിലവിലെ സാഹചര്യം അതിന് വിരുദ്ധമാണ്. ഇറാൻ കടുത്ത നിലപാട് തുടരുന്നു. അവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു. കാരണം ഈ എണ്ണ, ഞാൻ പറഞ്ഞല്ലോ, ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റിക്കൊണ്ടുപോകുന്ന കപ്പലുകളാണ് ഏറെക്കുറെ ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ ലോകത്ത് ഒരു ദിവസം വിനിമയം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ദിവസം ഉപയോഗിക്കുന്ന എണ്ണയുടെ 1/5 ഭാഗം ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കയറ്റിക്കൊണ്ടു പോകുന്നതാണ് എന്നുള്ളതാണ് കണക്ക്. മൊത്തം ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് 20% ഈ മേഖലയിൽ നിന്നാണ് എന്നുള്ളതാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഈ ഹോർമൂസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ തുടരുന്നത് ലോകത്താകമാനം വലിയ രീതിയിലുള്ള ഇന്ധന പ്രതിസന്ധി ഉണ്ടാകും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കപ്പെടേണ്ടത് ഇന്ത്യ അടക്കം, നമ്മളുടെ അടക്കം ഒരാവശ്യമാണ്.